കോഴിക്കോട് എലത്തൂരിൽ ബസ് മറിഞ്ഞ് 54 പേർക്ക് പരിക്ക്. തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ് ടിപ്പർ ലോറിയുടെ പിൻവശത്ത് ഇടിച്ച് മറിയുകയായിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബസ്സിലെ GPS സംവിധാനം പ്രവർത്തനക്ഷമമായിരുന്നില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്കെത്തിയ കലിക ബസ്സാണ് എലത്തൂരിൽ അപകടത്തിൽപ്പെട്ടത്. ബസ് മുന്നിലുള്ള ടിപ്പർ ലോറിയിൽ ഇടിച്ചു മറിഞ്ഞു. എലത്തൂർ HP പമ്പിന് മുന്നിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടം. അപകടത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസ് അമിത വേഗതയിലായിരുന്നു. 1 മിനിറ്റ് മുന്നെയാണ് നമ്മളെ വണ്ടി ഉണ്ടായത്. ബാക്കിൽ നേരെ വണ്ടി ചെരിയുന്നതാണ് കണ്ടത്. ഇൻ കേസ് അതിൻ്റെ ബാക്കിൽ അടിച്ചതാണ് ചാൻസ്. ലോറിൻ്റെ അമിത വേഗത തന്നെയാണ് സംഭവം. അപകടത്തിൽ ബസ്സും ടിപ്പറും പെട്രോൾ പമ്പിന് മുന്നിൽ റോഡിന്റെ ഇരുവശങ്ങളിലേക്കായി മറിഞ്ഞു. ബസിന്റെ GPS സംവിധാനം നിശ്ചലമായിരുന്നു എന്നാണ് സംശയം. സ്പീഡ് ഗവർണർ അടക്കം പ്രവർത്തിച്ചിരുന്നുവെന്നും സാങ്കേതിക പരിശോധനയിലെ വ്യക്തമാവും. എലത്തൂരിലെ പെട്രോൾ പമ്പിന് മുമ്പിലുണ്ടായ ബസ് അപകടത്തിൽ വൻ ദുരന്തം വഴിമാറിയത് തലനാരിഴയ്ക്ക്. ഈ അപകടത്തിൽപ്പെട്ട ബസിന്റെ GPS സംവിധാനവും അതോടൊപ്പം തന്നെ സ്പീഡ് ഗവർണറിലും ക്രമക്കേട് നടത്തിയോ എന്ന സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ രേഖ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.